ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ഈ സന്ധ്യയിൽ നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ കൂടാനായിട്ട് ദൈവജനത്തിന്റെ പഠനത്തിനായിട്ടായിരിക്കുവാൻ കർത്താവ് സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ ഈ തവണത്തെ ഈ UAE-യിലുള്ള മിനിസ്ട്രിയില് തുടക്കത്തിൽ പ്ലാൻ ചെയ്തിരുന്ന ഒരു കാര്യമല്ലെങ്കിൽ പോലും ഈ നിലയിലുള്ള ഒരു ക്ലാസ് ക്രമീകരിക്കാൻ ആയിട്ട് ദുബായ് ക്രിസ്ത്യൻ അസംബ്ലി കാണിച്ചതായിരിക്കുന്ന എല്ലാ സന്തോഷത്തിനും താല്പര്യത്തിനുമായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ ഈ വിഷയം പ്രാർത്ഥനയിൽ ഓർക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് ഓർക്കുന്നു. അറ്റ് ദി വെരി ഔട്ട്സെറ്റ് ലെറ്റ് മീ സേ സംതിങ്. ഈ വിഷയം ആക്ച്വലി എന്നോട് സജസ്റ്റ് ചെയ്തപ്പം ഞാൻ ആദ്യം എൻ്റെ മനസ്സിൽ കടന്നു വന്ന ചിന്ത എന്ന് പറയുന്നത് ഇത്രയും ലളിതമായിരിക്കുന്ന ഒരു വിഷയമാണോ ഒരു ബൈബിൾ സ്റ്റഡിക്ക് തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളതായിരുന്നു. Actually that was not the problem with the one who suggested this topic. It was a problem with me. ഞാനാണ് ആക്ച്വലി അതിനകത്ത് തെറ്റിദ്ധാരണ ഉണ്ടായത്. ഇത് വളരെ ലളിതമായിരിക്കുന്ന ഒരു വിഷയമാണല്ലോ എന്നൊരു ധാരണ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. പക്ഷേ അതിനുശേഷമാണ് വാസ്തവത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് ഒരു ഗൗരവമായിട്ടുള്ള നിലയിലുള്ള ഒരു പഠനം അല്പമെങ്കിലും ചെയ്യാനായിട്ട് കഴിഞ്ഞത്. അപ്പോൾ ഞാൻ ഇതിനു മുൻപ് ഇങ്ങനെ ഒരു വിഷയം ഒരു സ്ഥലത്തും ക്ലാസ് എടുത്തിട്ടുള്ളതല്ല. അതുകൊണ്ട് തന്നെ പ്രത്യേകമായിട്ടുള്ള നിലയിൽ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഞാനത് മനസ്സിലാക്കിയപ്പോൾ അത് എത്രയും അത് പൂർണ്ണമായിട്ടുള്ള നിലയിലേക്ക് ആയിട്ടില്ല. മൈ സ്റ്റഡി ഈസ് സ്റ്റിൽ ഗോയിങ് ഓൺ. നേരത്തെ പഠിച്ചതായിരിക്കുന്ന പല കാര്യങ്ങളും എല്ലാം കൂടെ ചേർത്ത് വെച്ച് ചില കാര്യങ്ങൾ ആ നിലയിൽ ഒരു പഠന രൂപത്തിലാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാനത് പഠിച്ചു വന്നപ്പം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് ദിസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് ടോപ്പിക്സ് ഇൻ ദ ഹോൾ ബൈബിൾ. ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ ക്ലാസ് എടുക്കാനോ എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഇതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ നമ്മെ ഒരു വളരെ ബുദ്ധിമുട്ടുള്ളതായിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവരും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഞാനത് എന്തിനാണ് ഇതിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, ഈ വചനം കേട്ട് അനുസരിക്കാനായിട്ട് ഒരു സമർപ്പണമില്ലാത്തതായിരിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഞാൻ പറയും നിങ്ങൾ ഈ ക്ലാസ് കേൾക്കരുത്. കാരണം അങ്ങനെ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ദൈവത്തിന്റെ സന്നദ്ധിയിൽ വളരെ കുറ്റക്കാരായിട്ട് തീരുന്ന ഒരു സ്ഥിതി വരും. ഞാൻ അങ്ങനെ ഒരു അവസ്ഥയിൽ ആയിരിക്കുന്നു. കൃപയിൽ ശരണപ്പെടുന്നു. ഇങ്ങനെ ഒരു വിഷയം സജസ്റ്റ് ചെയ്യാനായിട്ട് പ്രിയ അങ്കിളിന് അങ്ങനെ ഒരു കാര്യം തോന്നിയത് നന്നായി എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. കാരണം എന്നെ വ്യക്തിപരമായിട്ടുള്ള നിലയിൽ ഒത്തിരി ഈ വിഷയം സഹായിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്കറിയാം നിങ്ങൾ പലരും പല ദൈവദാസന്മാരിൽ നിന്നും പല കാര്യങ്ങളൊക്കെ കേട്ടിട്ടുള്ളതാണ്, പലരും വായിക്കാറുള്ളതാണ്. Among seminarians, we often discuss problem passages in the Bible. പ്രോബ്ലം പാസേജസ് അല്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഡിഫിക്കൽട്ട് പാസേജസ് ഇൻ ദ ബൈബിൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില പ്രത്യേകമായിരിക്കുന്ന വേദഭാഗങ്ങൾ നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. വേദപുസ്തകത്തിലുള്ളതായിരിക്കുന്ന, ഞാൻ അതിന് മലയാളത്തിൽ തത്തുല്യമായിരിക്കുന്ന ഒരു പദം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. പ്രോബ്ലം പാസേജസ് എന്നാണ് സാധാരണഗതിയിൽ ബൈബിളിലുള്ള ചില വേദഭാഗത്തെ കുറിച്ച് അങ്ങനെ പറയാറുള്ളത്. Problem passages refer to those passages that are very difficult for you to interpret and understand the meaning. ഈ ഇങ്ങനെയുള്ള പ്രോബ്ലം പാസേജസ് എന്ന് പറയുന്നത് ഈ വേദപുസ്തകത്തിൽ അർത്ഥം മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ അത് ഇന്റർപ്രറ്റ് ചെയ്യാനായിട്ട് വ്യാഖ്യാനിക്കാനായിട്ട് ഏറ്റവും ബുദ്ധിമുട്ടുള്ളതായിരിക്കുന്ന നിലയിലുള്ള പാസേജസ് ആണ്. അങ്ങനെയുള്ള ഒത്തിരി വേദഭാഗങ്ങൾ നമുക്ക് കാണാം. ചിലപ്പം അതിന്റെ കോണ്ടെക്സ്റ്റിൽ അത്ര ക്ലാരിറ്റി ഉണ്ടാകില്ല. അങ്ങനെയൊക്കെ ഉള്ളതായിരിക്കുന്ന പല വിഷയങ്ങൾ കൊണ്ട്
പല കാര്യങ്ങൾ വ്യാഖ്യാനിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളതായിരിക്കുന്ന വിഷയങ്ങളുണ്ട്. ആഹ് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന മരിച്ചവർക്ക് വേണ്ടി സ്നാനമേൽക്കുക എന്ന് പറയുന്ന ഒരു പ്രയോഗം നമ്മളവിടെ കാണുന്നുണ്ട്. We cannot be dogmatic about the meaning of that passage. എന്താണ് ആ വാക്യത്തിന്റെ അർത്ഥം എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. ബിക്കോസ് the context does not give us so much of information to interpret that passage in a clear way. അല്ലെങ്കിൽ ഒരു ശരിയായ നിലയിൽ അത് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ട്. പക്ഷെ അങ്ങനെയുള്ള കുറെ പാസേജസ് ഉണ്ട്. ഇതിനൊക്കെ നമ്മൾ പ്രോബ്ലം പാസേജസ് എന്നാണ് വിളിക്കുന്നത്. പക്ഷെ ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? ഫോർ മീ എ പ്രോബ്ലം പാസേജ് is not a passage that is difficult to interpret, but for me a problem passage means it is a passage that is difficult for me to practice. എന്നെ സംബന്ധിച്ച് ഒരു പ്രോബ്ലം പാസേജ് എന്ന് പറയുന്നത് വ്യാഖ്യാനിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു പാസേജ് അല്ല, പക്ഷെ പ്രായോഗികമാക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളതായിരിക്കുന്ന ഒരു പാസേജാണ്. ഇൻ ദാറ്റ് സെൻസ് the verse that we are going to study, അല്ലെങ്കിൽ the topic that we are going to study is the most problematic topic, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളതായിരിക്കുന്ന, ഏറ്റവും കൂടുതൽ പ്രോബ്ലം ഉള്ളതായിരിക്കുന്ന ഒരു പാസേജ് ആയിട്ട് ഞാൻ കണക്കാക്കുകയാണ്. ബിക്കോസ് it is so difficult for me to practice this particular topic or the subject or the what is being said in the verse that we are going to discuss. അത് ഞാൻ തുടക്കത്തിലെ അങ്ങ് പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഈസി ആയിട്ടുള്ള ഒരു വിഷയമല്ല ഇതെന്നാണ്. പക്ഷേ those who are really serious about it, ഈ വിഷയത്തെക്കുറിച്ച് വളരെ ഗൗരവമായിട്ട് ചിന്തിക്കുന്നവരും പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കും തീർച്ചയായിട്ടും ഈ വിഷയം പഠിക്കുമ്പോൾ, ഞാൻ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്, ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ if you are really serious about this topic, this is definitely going to help you. It is going to be profitable for you. This will definitely change your life. It is going to change my life as well. ഞാൻ തീർച്ചയായിട്ടും ഈ വിഷയം പഠിക്കുമ്പോൾ ഇതിനോടൊരു സമർപ്പണം എനിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരും. അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ മാത്രമല്ല, എല്ലാ കാര്യത്തോടുള്ള ബന്ധത്തിലും. ആക്ച്വലി ദിസ് ഈസ് ഗോയിങ് ടു അഫക്റ്റ് ഓൾ വാക്സ് ഓഫ് ലൈഫ്. എല്ലാ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും, our relationship within our home, within the church, in the society, ഇതെല്ലാം കൂടെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ടോപ്പിക്കായിട്ടാണ് നമ്മൾ ഈ ചിന്തിക്കാൻ പോകുന്ന പാസേജ് അല്ലെങ്കിൽ ആ ടോപ്പിക് ഇരിക്കുന്നത്. ഞാൻ അതിന്റെ ആ വിഷയത്തിലേക്ക് വരട്ടെ. ഇന്ന് ഞാൻ അതിന്റെ ഏറെ ഗൗരവമായിരിക്കുന്ന ഭാഗങ്ങളിലേക്കൊന്നും പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ മുമ്പിലുള്ളതായിരിക്കുന്ന സമയത്ത് നിന്നുകൊണ്ട് ഒരു ബൈബിൾ ക്ലാസ് എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് നമുക്കൊന്ന് ചില കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഒരു അടിസ്ഥാനം ഇടേണ്ടതായിരിക്കുന്ന ആവശ്യമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയം ആ നിലയിൽ വളരെ ലളിതമായിട്ടുള്ള നിലയിൽ നിങ്ങളുടെ മുമ്പാകെ പറയാനായിട്ടാണ്. ഒത്തിരി കട്ടിയായിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകണം എന്ന്, പിന്നാലെ പോകണമെന്ന്, ഒത്തിരി കട്ടിയെന്ന് ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതെന്നുള്ള നിലയിലല്ല, പക്ഷെ ഇന്നത്തേതിനേക്കാൾ കുറച്ചുകൂടെ നമുക്ക് കുറച്ചുകൂടെ ഗഹനമായിട്ടുള്ള ചില വിഷയങ്ങളിലേക്കൊക്കെ നമ്മൾ പോകണം. അതിന്റെ ആവശ്യമുണ്ട് ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. പ്രധാനമായിട്ടും when we look into the New Testament, there are 3 passages that talks about or that tells us about the need or the particular commandment that is given to us to love God with all our soul, spirit and all our might. ഞാൻ ആ 3 വാക്യങ്ങൾ, 3 വേദഭാഗം ഒന്ന് ആദ്യമേ തന്നെ ഒന്ന് വിശദീകരിക്കാം, അതൊന്ന് പറയാമെന്ന് കരുതുകയാണ്. ആ റെഫറൻസസ് മാത്രം ഒന്ന് പറയാമെന്ന് കരുതുകയാണ്. നമ്മൾ എല്ലാ വാക്യത്തിലോട്ടും പോയി എല്ലാ വാക്യത്തിന്റെയും പശ്ചാത്തലമൊന്നും പരിശോധിക്കാനായിട്ട് ഞാൻ ഇപ്പോൾ താല്പര്യപ്പെടുന്നില്ല. പക്ഷെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. when we study a topic from the Gospels, നമ്മൾ സുവിശേഷങ്ങളിൽ നിന്ന് ഒരു വേദഭാഗം എടുത്ത് പഠിക്കുമ്പം it is mandatory that we should also read the parallel passages in other Gospels. മറ്റ് സുവിശേഷങ്ങളിൽ പറഞ്ഞിരിക്കുന്ന അഥവാ സമാന്തര സുവിശേഷങ്ങൾ, എസ്പെഷ്യലി when we are studying something from Matthew, Mark and Luke. നമുക്കറിയാമല്ലോ, ഈ മത്തായി, മർക്കോസ്, ലൂക്കോസ് എന്ന് പറയുന്ന ഈ 3 സുവിശേഷങ്ങളെ
സമാന്തര സുവിശേഷങ്ങൾ എന്നാണ് നമ്മൾ വിളിക്കാറുള്ളത്. അതിന്റെ കാരണം മച്ച് ഓഫ് ദ കോണ്ടന്റ് ഓഫ് ദീസ് ഗോസ്പൽസ് ആർ സെയിം എന്ന് ഞാൻ പറയില്ല. എല്ലാം 3 ഗോസ്പലിലുള്ളതായിരിക്കുന്ന വിവരങ്ങളെല്ലാം സെയിം ആണെന്ന് പറയുന്നത് ശരിയല്ല. പക്ഷെ ഡിസ്ക്രിപ്ഷൻസിൽ വ്യത്യസ്തത ഉണ്ടെങ്കിൽ പോലും അവർ ചൂസ് ചെയ്തതായിരിക്കുന്ന ഇവന്റ്സ്, അതിനകത്ത് ഡിസ്കസ് ചെയ്യാനായിട്ട് അവർ ഉദ്ദേശിച്ചതായിരിക്കുന്ന വിഷയങ്ങളും അല്ലെങ്കിൽ സംഭവങ്ങളും ഒക്കെ ഏകദേശം ഒരേപോലത്തെയാണ്. പക്ഷേ ഗോസ്പൽ ഓഫ് ജോൺ, യോഹന്നാന്റെ സുവിശേഷം എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ്. 90% of the content of the Gospel of John is different from, or it is unique to the Gospel of John. അത് 90% യോഹന്നാന്റെ സുവിശേഷത്തിനകത്തുള്ള 90% കാര്യങ്ങളും മറ്റു 3 സുവിശേഷങ്ങളിലും ഇല്ലാത്തതാണ്. അത് തന്നെയാണ് അതിനെ ഏറ്റവും പ്രത്യേകമായിരിക്കുന്ന നിലയിലാക്കുന്നത്. മറ്റു 3 സുവിശേഷങ്ങൾ നമ്മൾ സമാന്തര സുവിശേഷങ്ങൾ എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ സിനോപ്റ്റിക് ഗോസ്പൽസ് എന്ന് ഇംഗ്ലീഷിൽ ആ പദം ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ഈ 3 വേദഭാഗം ഞാൻ ആദ്യമേ ഒന്ന് പറയാം. നിങ്ങളതൊന്ന്, ഞാനിപ്പോൾ അതിന്റെ ഒരു അനാലിസിസ് ഇവിടെ നടത്താനായിട്ട് ആഗ്രഹിക്കുന്നില്ല, കാരണം അങ്ങനെയുള്ള ഒരു ചിന്ത എന്റെ മനസ്സിലോട്ട് ഇപ്പം ചെയ്യാനായിട്ട് കടന്നു വരുന്നില്ല. മത്തായി 22 35 മുതൽ 39 വരെ ഉള്ളതായിരിക്കുന്ന വാക്യങ്ങൾ, മാത്യു ചാപ്റ്റർ 22 വേഴ്സസ് 35 to 39, അതാണ് ഒന്നാമത്തെ പാസേജ് എന്ന് പറയുന്നത്. And the second one is in the Gospel of Mark, chapter 12, verses 28 to 34. Mark's Gospel, chapter 12, verses 28 to 34. മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 28 മുതൽ 34 വരെ ഉള്ളതായിരിക്കുന്ന വാക്യങ്ങൾ. Then the third passage is Luke chapter 10, verses 25 to 29. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 25 മുതൽ 29 വരെ ഉള്ളതായിരിക്കുന്ന വാക്യങ്ങൾ. നിങ്ങൾ നോക്കുക, ഈ ഞാനത് വായിക്കണമെന്ന് പറഞ്ഞതിന്റെ കാരണം മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ നിന്ന് നമുക്ക് വായിക്കാം, അല്ലെങ്കിൽ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് വായിക്കാം. എവിടെ നിന്നാണെന്നുണ്ടെങ്കിലും നാം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന 1-2 കാര്യങ്ങളുണ്ട്. ഇതിന്റെ ആ സാഹചര്യം നാം വായിക്കുമ്പോൾ, when you read the context of these verses, you will see some differences. When I say differences, they are not contradictions. ഈ വിവരണത്തില് നാം ആ 3 പാസേജും എടുത്ത് വായിക്കുമ്പോൾ ചില വ്യത്യസ്തതകൾ കാണാനായിട്ട് കഴിയും. വ്യത്യസ്തത എന്ന് ഞാൻ ഉദ്ദേശിച്ചത് വൈരുദ്ധ്യങ്ങളല്ല എന്നുള്ളത് ഓർക്കണം. ആ വൈരുദ്ധ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നിന് വിരുദ്ധമായിട്ട് വേറൊന്ന് വരുമ്പോഴാണ് വൈരുദ്ധ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോൺട്രഡിക്ഷൻ എന്ന് പറയുന്നത് സംതിങ് ഈസ് സെഡ് അഗെയിൻസ്റ്റ് സംതിങ് എൽസ്. അപ്പോ അങ്ങനെ, അല്ലെങ്കിൽ ക്വൈറ്റ് ഓപ്പോസിറ്റ് ടു ഓർ ക്വൈറ്റ് കോൺട്രറി ടു വാട്ട് ഈസ് ബീങ് സെഡ് ഇൻ അതർ പാസേജ്, അങ്ങനെ വരുമ്പോഴാണ് അതൊരു കോൺട്രഡിക്ഷൻ ആവുക. ദിസ് ഈസ് നോട്ട് എ കോൺട്രഡിക്ഷൻ. ഇത് കോൺട്രഡിക്ഷൻ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇറ്റ് ഈസ് എ കോംപ്ലിമെന്റ്. ഇത് സംതിങ് ദറ്റ് ഈസ് ആഡഡ്, സം എക്സ്ട്രാ ഇൻഫർമേഷൻ ഈസ് ആഡഡ് ഇൻ ദീസ് പാസേജസ്. അത് നമ്മളൊന്ന് വായിച്ചു നോക്കുമ്പോൾ, ഒരു സ്ഥലത്ത് മലയാളത്തിൽ പരിഭാഷയ്ക്കകത്ത് എഴുതുമ്പോൾ, ഒരു സ്ഥലത്ത് കർത്താവിനോട് ഒരു ആള് വന്നൊരു ചോദ്യം ചോദിക്കുകയാണ്. ആ ചോദ്യം ചോദിക്കുന്ന വ്യക്തിയെ കുറിച്ച് ഒരു ഗോസ്പലിൽ നമ്മൾ വായിക്കുന്ന മലയാളം പരിഭാഷയ്ക്കകത്ത് വൈദികൻ എന്നാണ്. വേറൊരു സുവിശേഷത്തിൽ, അല്ലെങ്കിൽ മറ്റൊരു സുവിശേഷത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഒരു ശാസ്ത്രി എന്ന് വായിക്കുന്നുണ്ട്. വേറൊരു സ്ഥലത്ത് ന്യായശാസ്ത്രി എന്ന് വായിക്കുന്നുണ്ട്. ആക്ച്വലി ഇത് മൂന്ന് വാക്കാണെന്നുണ്ടെങ്കിലും ഇറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് ദ സെയിം പേഴ്സൺ. അത് അവിടെ വേറൊരു തരത്തിലുള്ളതായിരിക്കുന്ന ഒരാളൊന്നുമല്ല. അവിടെ വാക്കുകൾ വ്യത്യസ്തമായിട്ട് ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഉപയോഗിക്കുന്നത് ഒരേ ഒരു തരത്തിലുള്ളതായിരിക്കുന്ന, അല്ലെങ്കിൽ ഒരേ ആളെ കുറിച്ച് തന്നെയാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. അങ്ങനെയുള്ള ചില വ്യത്യസ്തതകൾ ഈ വേദഭാഗത്തുണ്ട്. അത് കൂടാതെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു വ്യത്യസ്തത എന്ന് പറയുന്നത്, മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിൽ നാം നോക്കുമ്പോൾ, നിന്റെ ദൈവമായ കർത്താവൻ, യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം എന്ന് നമ്മൾ വായിക്കുന്നു. 3 പ്രയോഗങ്ങളാണ് അവിടെ ഉള്ളത്. 3 പ്രയോഗങ്ങളാണ്. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം എന്നുള്ളതായിരിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ മർക്കോസിന്റെ സുവിശേഷത്തിലും അതുപോലെ തന്നെ ലൂക്കോസിന്റെ സുവിശേഷത്തിലും നാം വായിക്കുമ്പോൾ അവിടെ പൂർണ്ണ ശക്തിയോടും കൂടെ എന്നുള്ള ഒരു
പ്രയോഗം അവിടെ ചേർത്തിരിക്കുന്നതായിട്ട് കാണാനായിട്ട് കഴിയും. അവിടെ മർക്കോസ് 12:30 നമ്മൾ വായിക്കുന്നത്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്നാണ് നാം അവിടെ വായിക്കുന്നത്. അതുപോലെ തന്നെ ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 27-ാമത്തെ വാക്യം, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം എന്ന് ആ 4 പ്രയോഗങ്ങൾ അവിടെ കാണാനായിട്ട് കഴിയുന്നു. നമുക്കറിയാം ഈ വാക്യങ്ങൾ അല്ലെങ്കിൽ ഈ വാക്യം ഇവിടെ 3 സുവിശേഷങ്ങളിലായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഈ 3 പ്രയോഗം അല്ലെങ്കിൽ 3 വാക്യങ്ങള് ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ നിന്നുള്ളതായിരിക്കുന്ന ഒരു ഉദ്ധരണിയാണ്. See, the 3 verses that we read from Matthew, Mark and Luke is a quotation, or it is quoted from Deuteronomy chapter 6 and verse 5. ആവർത്തന പുസ്തകം 6-ന്റെ 5 നിന്നാണ് ഇത് ഉദ്ധരിച്ചിട്ടുള്ളത്. അവിടെ നമ്മൾ നോക്കുമ്പോൾ ആവർത്തന പുസ്തകം 6-ന്റെ 5 നമ്മൾക്ക് ഒന്ന് വായിക്കാം. Deuteronomy chapter 6 verse 5. അവിടെ നാം വായിക്കുന്നത്, you shall love the Lord your God with all your heart and with all your soul and with all your might എന്നാണ്. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്ന് നാം അവിടെ വായിക്കുന്നു. പൂർണ്ണ ശക്തി എന്നുള്ളതായിരിക്കുന്ന പ്രയോഗമാണ് നമ്മൾ അവിടെ കാണുന്നത്. നമുക്ക് ആ ഒരു വ്യത്യസ്തത അവിടെ കാണാനായിട്ട് കഴിയും. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒരു വ്യത്യസ്തത എന്നുള്ള നിലയിൽ ചിലപ്പം ആളുകൾ ചോദിക്കാനായിട്ടൊക്കെ സാധ്യതയുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന ഒരു കാര്യം, ഇവിടെ പലപ്പോഴും ഈ പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിലേക്കുള്ളതായിരിക്കുന്ന ഉദ്ധരണികളെ നമ്മൾ പഠിച്ചാല് ഈ ഉദ്ധരണികൾ പലതും നേരിട്ട് എബ്രായ ഭാഷയിൽ നിന്ന് പുതിയ നിയമത്തിലേക്ക് കോട്ട് ചെയ്തിട്ടുള്ളതായിരിക്കുന്ന വാക്യങ്ങളല്ല എന്ന് കാണാൻ കഴിയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട്, മെനി ഓഫ് ദീസ് കൊട്ടേഷൻസ് ആർ, ഓർ മോസ്റ്റ് ഓഫ് ദ കൊട്ടേഷൻസ് ദാറ്റ് യു സീ ഇൻ ദ ന്യൂ ടെസ്റ്റമെന്റ് ആർ നോട്ട് quoted directly from the Hebrew Old Testament. ഇത് നിങ്ങൾക്ക് പലർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. There is a Greek translation of the Hebrew Old Testament. എബ്രായ വേദപുസ്തകം പഴയ നിയമം ഗ്രീക്കിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. ആൻഡ് വി കോൾ ഇറ്റ് ദ സെപ്റ്റുവജിന്റ്. സെപ്റ്റുവജിന്റ് എന്നാണ് അതിനെ പേര് വിളിക്കുന്നത്. ആ സെപ്റ്റുവജിന്റ് പരിഭാഷയ്ക്കകത്തുള്ള അത് ഗ്രീക്കിലുള്ളതായിരിക്കുന്ന ഒരു പരിഭാഷയാണ്. ആ പരിഭാഷയ്ക്കകത്തു നിന്നാണ് പുതിയ നിയമത്തിലേക്കുള്ളതായിരിക്കുന്ന മിക്കവാറും പഴയ നിയമത്തിന്റെ ഉദ്ധരണികൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളതായിരിക്കുന്ന ഉദ്ധരണികളിൽ പലപ്പോഴും അവര് ആ ആശയങ്ങൾ, അതായത് എബ്രായ ഭാഷയിൽ എന്താണോ ഉദ്ദേശിച്ചിട്ടുള്ളത് അതിന്റെ ആശയങ്ങൾ ഒരു ചില വാക്കുകളൊക്കെ കൂട്ടിച്ചേർത്ത് വിശദീകരിക്കാറുണ്ട്. നമുക്കറിയാം, ഇപ്പം ഒരു ഭാഷയിൽ നിന്ന് വേറൊരു ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് വി കനോട്ട് ലൈക്ക് വെർബാറ്റിം നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല. വേർഡ് ബൈ വേർഡ് അതുപോലെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. സഭയില് ഒരു ഇംഗ്ലീഷിൽ പ്രസംഗിക്കുന്നു അല്ലെങ്കിൽ മലയാളത്തിൽ പ്രസംഗിക്കുന്നു, അത് മലയാളത്തിലേക്കോ ഇംഗ്ലീഷിലേക്കോ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് മൊഴിമാറ്റം ചെയ്യുമ്പോൾ നമുക്കൊരിക്കലും ഒരാൾ പറഞ്ഞ ആ കാര്യം അതുപോലെ തന്നെ വേർഡ് ബൈ വേർഡ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പം ചില കാര്യങ്ങള് ആശയങ്ങളാണ് നമ്മൾ ഇത് ചെയ്യുക. അപ്പൊ എന്നാൽ പരമാവധി അതുപോലെ തന്നെ ആ മീനിങ് അതുപോലെ തന്നെ കൊടുക്കാനായിട്ട് ചിലപ്പോൾ ചില വാക്കുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടി വന്നാൽ അത് ഉപയോഗിക്കാനായിട്ട് ചിലപ്പോൾ അങ്ങനെ പരിഭാഷപ്പെടുത്തുന്ന ആളുകൾ ശ്രമിക്കാറുണ്ട്. അതുപോലെ സെപ്റ്റുവജിന്റിൽ പരിഭാഷപ്പെടുത്തിയപ്പം ആ എബ്രായ ഭാഷയുടെ വെർബാറ്റിം ട്രാൻസ്ലേഷൻ അല്ല സെപ്റ്റുവജിന്റിലുള്ളത്. അവിടെ നിന്ന് അത് ഇങ്ങോട്ടേക്ക് പരിഭാഷപ്പെടുത്തിയപ്പോൾ അവിടെ നിന്നുള്ളതായിരിക്കുന്ന പല വാക്കുകളും ആ നിലയിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു പ്രയോഗമായിട്ട് നമുക്കിതിനെ കാണാനായിട്ട് കഴിയും. ഞാനത് ഒരു സന്ദർഭവശാൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ വിഷയവുമായിട്ട് ഏറെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. കാരണം പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും അതുപോലെ തന്നെ പൂർണ്ണ ഹൃദയത്തോടും എന്ന് പറയുന്ന ആ ഒരു വിഷയം, അല്ലെങ്കിൽ പൂർണ്ണ ശക്തിയോടും എന്ന് പറയുമ്പോൾ ആ പൂർണ്ണ ശക്തി എന്ന് പറയുന്നത് എന്താണ് എന്ന് വിശദീകരിക്കുമ്പോൾ അത് ഒരു മനുഷ്യന്റെ അതിന്റെ ആ ഒരു ശരിക്കും അതിന്റെ എസൻസ് നമുക്കൊന്ന് ടു ബ്രിങ് ഔട്ട് ദ എസൻസ് ഓഫ് വാട്ട് ഈസ് ബീങ് സെഡ് ഇൻ ദി ഓൾഡ് ടെസ്റ്റമെന്റ്.
അതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു വാക്ക് ഇവിടെ കൂട്ടിച്ചേർത്തതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് നമുക്ക് അതിന്റെ ആശയം കുറെ കൂടെ വ്യക്തമായി, അതിന്റെ ആശയം കുറെ കൂടെ മനസ്സിലാക്കാനായിട്ട് അതുകൊണ്ട് സഹായകരമായി. അപ്പം ആ ഒരു കാര്യം ഞാൻ ഇനീഷ്യലി ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മളിവിടെ പിന്നെയും നമ്മൾ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയത്തിലേക്ക് മടങ്ങി വരാം. ഒരു ന്യായശാസ്ത്രി, ആ ന്യായശാസ്ത്രി അല്ലെന്നുണ്ടെങ്കിൽ ഒരു വൈദികൻ എന്നൊക്കെ നമ്മളിവിടെ വായിക്കുന്ന ആള് കർത്താവിനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ 3 പാസേജസും ഒന്ന് നിങ്ങൾ ഈ ക്ലാസ് ഒക്കെ കഴിയുമ്പോൾ പിന്നാലെ ഒന്ന് വായിക്കണം, അതിന്റെ കോണ്ടെക്സ്റ്റും ഒന്ന് വായിക്കണം. അപ്പോൾ അതിന്റെ കൂട്ടത്തിൽ കൊടുത്തിരിക്കുന്ന വിവരണങ്ങളൊക്കെ പലതും നമുക്ക് കാണാനായിട്ട് കഴിയും. ലൂക്കോസിന്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പം ചാപ്റ്റർ 10 അതിനകത്ത് ഈ ഒരു പാസേജ് അല്ലെങ്കിൽ ഈ ഒരു വാക്യം കർത്താവ് ഉപയോഗിച്ചതിന് ശേഷമാണ് ഈ നല്ല ശമരിയക്കാരന്റെ ഉപമ അവിടെ പറയുന്നത് എന്നുള്ളത് പ്രത്യേക ശ്രദ്ധേയമാണ്. ഈ വ്യക്തി കർത്താവിനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചോദ്യം ചോദിച്ചത് എന്നുള്ളത് നമ്മളിവിടെ വായിക്കുന്നുണ്ട്. He asked this question to test Jesus. And even he was trying to justify himself. അങ്ങനെ താൻ സ്വയമായിട്ട് നീതീകരിക്കാനായിട്ട് ശ്രമിച്ചത് കൊണ്ടാണ് ഈ നല്ല ശമരിയക്കാരന്റെ ഉപമ. ഞാന് കർത്താവിന് ദൈവത്തെ എല്ലാം സ്നേഹിക്കുന്ന ആളാണ്, ഈ പറയുന്നത് പോലെ, ഈ വാക്യത്തിൽ പറയുന്നത് പോലെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും ഒക്കെ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്ന ആളാണ്. അതുപോലെ ഇതിനോട് ചേർന്ന് മറ്റൊരു കൽപ്പനയും കൂടെ പറയുന്നുണ്ട്, നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ആ കൽപ്പനയും അല്ലെങ്കിൽ ഹീസ് ഇൻ വൺ വേ ജസ്റ്റിഫൈങ് ഹിംസെൽഫ് ആൻഡ് സേയിങ് ദാറ്റ് ഐ ആം എ പേഴ്സൺ ഹു ഈസ് കംപ്ലീറ്റ്ലി ഓർ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സിൻസിയർലി ആൻഡ് ഐ ആം എ പേഴ്സൺ ഹു സിൻസിയർലി ഒബേയിങ് ദിസ് കമാൻഡ്മെന്റ്. Not only this commandment, but even the second commandment that comes along with this, and that is love your neighbor as yourself. ഈ 2 കൽപ്പനയും ഞാൻ അതുപോലെ തന്നെ അനുസരിക്കുന്നവനാണ് എന്ന് സ്വയമായിട്ട് നീതീകരിക്കാൻ വേണ്ടി അങ്ങനെ ശ്രമിച്ചുകൊണ്ട് വരുന്നതായിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അയാളുടെ അല്ലെങ്കിൽ ആ വ്യക്തിയോടുള്ള ബന്ധത്തിലാണ് ഈ കാര്യം പറയുന്നത്. ഒരു കാര്യം കൂടെ പറഞ്ഞതിന് ശേഷം ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ആ ഒരു വിഷയത്തിലേക്ക് പെട്ടെന്ന് വരാമെന്ന് വിചാരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, ഒന്ന് ഇവിടെ നമ്മൾ പഴയ നിയമത്തിൽ നിന്നുള്ളതായിരിക്കുന്ന ഒരു ഉദ്ധരണിയാണെന്ന് പറഞ്ഞല്ലോ ഈ വാക്യം. അപ്പൊ ഈ വ്യക്തി വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, ഗുരു, ന്യായപ്രമാണത്തിൽ ഏത് കൽപ്പന വലിയത് എന്ന് ചോദിച്ചു. വിച്ച് ഈസ് ദ ഗ്രേറ്റ് കമാൻഡ്മെന്റ് ഇൻ ദ ലോ? ന്യായപ്രമാണത്തിലെ ഏത് കൽപ്പനയാണ് ഏറ്റവും കൂടുതൽ വലിയത് എന്നാണ് പരീക്ഷിച്ച് ചോദിക്കുന്നത്. ഇതിനകത്ത് എന്താണ് ഒരു പരീക്ഷണം എന്ന് ചോദിച്ചാല്, യഹൂദ റബ്ബിമാര് അവരുടെ അതൊക്കെ കോട്ട് ചെയ്യാനായിട്ട് ഇപ്പൊ എനിക്ക് ബുദ്ധിമുട്ടാണ്, അവരുടെ പല പഠിപ്പിക്കലുകളില് അവരിങ്ങനെ ഒരു വേർതിരിവ് ഒരു സമയത്തും വെച്ചിട്ടില്ല. ന്യായപ്രമാണത്തിൽ ഏതെങ്കിലും ഒരു കൽപ്പന വലിയതാണ്, മറ്റുള്ളത് ചെറുതാണ് എന്നുള്ള നിലയിൽ പഠിപ്പിച്ചിട്ടില്ല. മറിച്ച് അവർ പറഞ്ഞത് എല്ലാ കൽപ്പനകൾക്കും ഒരുപോലെ പ്രാധാന്യം ഉണ്ടെന്നാണ്. ഈ 10 കൽപ്പനകൾ എന്നുള്ളത് മാത്രമല്ല, ഏതാണ്ട് ഒരു 615 കൽപ്പനകൾ അതിന്റെ പിന്നീടുള്ളതായിരിക്കുന്ന അധ്യായങ്ങളിലേക്ക് നോക്കിയാൽ അവര് അതിനോട് ചേർത്ത് എഴുതി വെച്ചിട്ടുണ്ട് യഹൂദന്മാർ. ആ 615 കൽപ്പനകളിൽ ഒരു കൽപ്പന പോലും മറ്റുള്ള കൽപ്പനയേക്കാൾ ശ്രേഷ്ഠമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൽപ്പന മറ്റുള്ളതിനേക്കാൾ താഴെയോ അല്ല. നോ കമാൻഡ്മെന്റ്, no matter how many commandments are there, no commandment is greater than any other commandment or superior to any commandment or inferior to any commandment. അങ്ങനെയാണ് that's how the Jewish rabbis taught the Jewish people. എല്ലാ കൽപ്പനയും ഒരുപോലത്തെ കൽപ്പനയാണ്, ഒരേപോലെ പ്രാധാന്യം അർഹിക്കുന്നതാണ് എന്നുള്ള നിലയിലാണ് അവർ പഠിപ്പിച്ചത്. അപ്പോൾ അവിടെ എന്തെങ്കിലും കർത്താവിനെ കൊടുക്കാനായിട്ട് കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ ചോദ്യവുമായിട്ട് വരുന്നത്. പക്ഷേ കർത്താവ് ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ പറയേണ്ടതായിരിക്കുന്ന കാര്യം തുറന്നു തന്നെ സംസാരിക്കുന്നതാണ്. മുഖ്യമായ കൽപ്പന, അങ്ങനെ മുഖ്യമായ കൽപ്പന എന്ന് പറയുന്നതൊന്നുമില്ല. എല്ലാ കമാൻഡ്മെന്റ്സും അല്ലെങ്കിൽ എല്ലാ കൽപ്പനകളും ഒരുപോലെയാണ് എന്നുള്ളൊരു നിലയിൽ കർത്താവ് ആ വ്യക്തിയോട് സംസാരിക്കുന്നില്ല.
മറിച്ച് കർത്താവ് പറയുന്നത് ഇതാണ് മുഖ്യമായ കൽപ്പന. ഒന്നാമത്തെ അവിടെ കർത്താവ് ഉപയോഗിക്കുന്ന പ്രയോഗം മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിലാണ് ഈ കർത്താവ് പറയുന്നത് ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായിരിക്കുന്ന കൽപ്പന എന്നാണ്. അവിടെ ആ വലിയത് ഗ്രേറ്റ് ആൻഡ് ഫോർമോസ്റ്റ് കമാൻഡ്മെന്റ് എന്നാണ്, അല്ലെങ്കിൽ ഫസ്റ്റ് കമാൻഡ്മെന്റ് എന്നുള്ള നിലയിൽ പറയുക. അപ്പോ ഇതിനെ ആ ഗ്രേറ്റ് എന്നും അല്ലെങ്കിൽ വലിയതെന്നും ഒന്നാമത്തേതും പ്രഥമമായതും എന്നൊക്കെ പറയുന്ന ഒരേ അർത്ഥത്തിൽ മാത്രം കണ്ടാൽ മതി. ഈ ഒരു കൽപ്പന എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കർത്താവ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞത് തീർച്ചയായിട്ടും അതിന്റെ പുറകിലുള്ളതായിരിക്കുന്ന പല കാര്യങ്ങളുണ്ട്. പല കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് യഹൂദനോടുള്ള ബന്ധത്തിൽ കൊടുത്തിരിക്കുന്ന കൽപ്പനകളിൽ പലതും, ഇത് ഞാൻ ഒരു നിമിഷം വേറൊരു കാര്യം പറയട്ടെ. ഇത് പുതിയ നിയമ സഭയുടെ സ്ഥാപനത്തിന് മുൻപായിട്ട് കർത്താവ് പറയുന്ന ഒരു കാര്യമാണ്. സഭാ സ്ഥാപനത്തോട് ബന്ധപ്പെട്ട് പറയുമ്പോൾ കർത്താവ് ഇവിടെ വന്നിരിക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഉദ്ദേശം എന്ന് പറയുന്നത്, ഇപ്പോൾ അത് അതായത് ഈ ഒരു സമയത്ത് അത് വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പോലും അല്ലെങ്കിൽ വെളിപ്പെടുത്തിയില്ല എന്ന് പറയാൻ പറ്റില്ല. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ കർത്താവ് ഞാൻ എന്റെ സഭയെ പണിയും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷമാണ് 22-ാം അധ്യായത്തിൽ ഈ കാര്യം പറയുന്നത്. അപ്പോൾ സഭയെ കുറിച്ചുള്ളതായിരിക്കുന്ന ചെറിയ ഒരു വെളിപ്പാട്, അല്ലെങ്കിൽ ചെറിയതല്ല, ഒരു നല്ല നിലയിലുള്ളതായിരിക്കുന്ന ഒരു റെവലേഷൻ, അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള ഒരു ഇതല്ലെങ്കിൽ പോലും കർത്താവ് ആ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. ഹി ഹാസ് ഓൾറെഡി ഡിക്ലെയർഡ് ഹിസ് പ്ലാൻ ടു establish or the institution of the New Testament church in Matthew chapter 16. സോ അപ്പോ അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റ് ഇതിന്റെ ബാക്കിലുണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഒരു കാര്യം ഇതിന്റെ പുറകിലുണ്ട്. ആ സഭയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, പഴയ നിയമത്തിലുള്ളതായിരിക്കുന്ന കൽപ്പനകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഈ ഓൾഡ് ടെസ്റ്റമെന്റ് എന്ന് പറയുന്നതായിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. The Old Testament was basically functioning as a constitution for the people of Israel. ഈ യഹൂദ ജനത്തിന് ഒരു ഭരണഘടന പോലെയാണ് പഴയ നിയമമായിരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെ കുറിച്ചുള്ള കൽപ്പനകളും അതിനകത്തുണ്ട്. അവരുടെ കുടുംബത്തിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്, പ്രോപ്പർട്ടീസ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, മതപരമായിരിക്കുന്ന നിയമങ്ങൾ എങ്ങനെയാണ്, സോഷ്യൽ ലോസ്, അതുപോലെ തന്നെ ലോസ് റിലേറ്റഡ് ടു സാനിറ്റേഷൻ, ഹൈജീൻ, ഇതെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട് പഴയ നിയമത്തിൽ. അവരെ ഓരോ കാര്യത്തിലും അവരെങ്ങനെയൊക്കെ ജീവിക്കണം, അവരുടെ വസ്ത്രധാരണത്തെ കുറിച്ച്, അവരുടെ പ്രോപ്പർട്ടി എങ്ങനെ വിഭാഗിക്കണം എന്നുള്ളതിനെ കുറിച്ച്, അവരുടെ ദേശത്തെ എങ്ങനെ അടിമകൾ, അതുപോലെ തന്നെയുള്ള യജമാനന്റെ നിയമങ്ങൾ, തൊഴിൽ നിയമങ്ങൾ, ഇതെല്ലാം അതിനകത്ത് കൊടുത്തിട്ടുണ്ട് പഴയ നിയമത്തിൽ. ഈ പറയുന്നതായിരിക്കുന്ന സിവിൽ നിയമങ്ങള്, അതുപോലെ തന്നെ പഴയ നിയമ യഹൂദന്മാരോടുള്ള ബന്ധത്തിൽ കൊടുത്തിരുന്ന റിലീജിയസ് ആയിട്ടുള്ള ലോസ്, അവരുടെ മതപരമായിരിക്കുന്ന നിയമങ്ങള്, അതുപോലെ കൾച്ചറൽ ആയിട്ടുള്ള കാര്യങ്ങള്, ഇതൊന്നും നമുക്ക് സഭയെ അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. സഭ എന്ന് പറയുന്ന ന്യായപ്രമാണത്തിന്റെ കീഴിൽ കൊണ്ടുവന്നതിൽ ന്യായപ്രമാണം സഭയുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതിനെ വളരെ ശക്തമായിട്ട് പുതിയ നിയമത്തിൽ അതിനെ എതിർക്കുന്നുണ്ട്. ന്യായപ്രമാണം എന്ന് പറയുന്നത് പുതിയ നിയമത്തിന്റെ സഭയുടെ മേൽ അടിച്ചേൽപ്പിക്കാനായിട്ടുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്നതായിരിക്കുന്ന ഈ പല നിയമങ്ങളും, അഥവാ പഴയ നിയമത്തിൽ പറയുന്നതായിരിക്കുന്ന പല നിയമങ്ങളും, നമുക്ക് അവരുടെ സാമൂഹികമായിരിക്കുന്ന നിയമങ്ങള്, അവരുടെ മറ്റു പല പ്രോപ്പർട്ടി സംബന്ധമായിരിക്കുന്ന നിയമങ്ങള്, വിവാഹ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അല്ല കേട്ടോ ഞാൻ ഈ പറയുന്നത്. കാരണം വിവാഹ സംബന്ധമായിരിക്കുന്ന കാര്യത്തോട് ബന്ധപ്പെട്ടൊക്കെ അവര് എടുത്തിരിക്കുന്ന പല തീരുമാനങ്ങൾ ഇന്ന് നമ്മൾ ആരും ചെയ്യാൻ പോയി കഴിഞ്ഞാൽ, കാരണം ഒരു വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടി കന്യകയാണോ എന്നുള്ളത് പരിശോധിക്കാനായിട്ടുള്ള നിയമങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇതൊന്നും സഭയ്ക്ക് ബാധകമായിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് ഞാൻ എസ്പെഷ്യലി അത് എടുത്തു പറയാൻ കാരണം. വിവാഹത്തോട് ബന്ധപ്പെട്ട് ദൈവം സ്ഥാപിച്ചിട്ടുള്ള ഒരു ധാർമ്മികതയുണ്ട്. അത് എല്ലാ കാലത്തും ഒരേപോലെ അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും. ഞാൻ അത് സന്ദർഭവശാൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞൊന്നും മാത്രമേ ഉള്ളൂ. അപ്പം ഇങ്ങനെയുള്ള there are so many laws that are related to their social life, their family life, then religious life. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പഴയ നിയമത്തിനകത്തുണ്ട്. അപ്പം ഈ പഴയ നിയമത്തിനകത്തുള്ളതായിരിക്കുന്ന ഈവൻ ഈ മതപരമായിരിക്കുന്ന നിയമങ്ങളെ കുറിച്ച് പറയുമ്പോൾ യാഗങ്ങൾ, വഴിപാടുകൾ, ഇതൊക്കെ പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ ഇതൊക്കെ അപ്രസക്തമായിട്ടുള്ള കാര്യമാണ് പുതിയ നിയമസഭയ്ക്ക്.
ലിറ്ററൽ സാക്രിഫൈസസ് അല്ലെങ്കിൽ ഓഫറിങ്സ്, like what the people of Israel were offering and sacrificing, it is not applicable for the church today. അപ്പം ആ കമാൻഡ്മെന്റ്സ്, ആ കൽപ്പനകളൊക്കെ പഴയ നിയമത്തിലുണ്ട്. അത് അതുപോലെ തന്നെ ഇന്ന് നമുക്ക് പ്രാധാന്യമുള്ളതല്ല. ഒരുപക്ഷെ കർത്താവ് ഇവിടെ ഈ വലിയ കൽപ്പന, ഒന്നാമത്തെ കൽപ്പന എന്നൊക്കെ പറയുമ്പോ ഒരുപക്ഷെ അങ്ങനെയുള്ളതായിരിക്കുന്ന കാര്യങ്ങളെയൊക്കെ ഒരുപക്ഷെ സഭയോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞാൽ അതൊന്നും ഇന്ന് പ്രസക്തമല്ല. ഇനിയുള്ളതായിരിക്കുന്ന കാലഘട്ടത്തിൽ ഇതൊന്നും ആ നിലയിൽ സഭയോട് ബന്ധപ്പെട്ട് ആക്ഷരികമായിട്ട് അതേപോലെ അനുസരിക്കേണ്ടതായ കാര്യമല്ല. എന്നാൽ സഭയോട് ബന്ധപ്പെട്ട് കർത്താവ് വന്നതായിരിക്കുന്ന ആ ഒരു കാര്യത്തോട് ബന്ധപ്പെട്ട് പറയുമ്പോൾ, സി ദിസ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് കമാൻഡ്മെന്റ് ഇൻ ദ സ്ക്രിപ്ചർ ആസ് ഫാർ ആസ് ദ ന്യൂ ടെസ്റ്റമെന്റ് ബിലീവർ ഈസ് കൺസേൺ. അതാണ് പ്രധാനപ്പെട്ടതായിരിക്കുന്നത്. എന്നാൽ പഴയ നിയമത്തോട് ബന്ധപ്പെട്ടും ഇങ്ങനെ പറയാം, ഇങ്ങനെ ചിന്തിക്കാം. See, when we talk about the 10 commandments, ഡെക്കലോഗ് എന്നുള്ള വാക്കിനെ കുറിച്ച് അങ്ങനെ പറയാറുണ്ട്. ഞാനിതൊരു പഠനമായതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ഇതൊന്നും പറയേണ്ടതായിരിക്കുന്ന ആവശ്യമില്ല. ഈ 10 commandments എന്ന് പറയുന്നത് we can divide that into two. The first 4 commandments talks about our relationship with God. It is talking about a vertical relationship. നമ്മളും ദൈവവുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ചാണ് ആദ്യത്തെ 4 കൽപ്പനകൾ പറയുന്നത്. സോ ഞാനും ദൈവവുമായിട്ടുള്ള ബന്ധം എങ്ങനെ കാത്തു സൂക്ഷിക്കണം, ദാറ്റ്സ് ദ ഫസ്റ്റ് 4 commandments. അത് എടുത്ത് വായിക്കാനായിട്ടൊന്നും ഇപ്പൊ ഞാൻ ശ്രമിക്കുന്നില്ല. Then the next 6 commandments, it is talking about a horizontal relationship. How am I related to my fellow brothers and sisters? How am I related to the people around me? അതാണ് അടുത്ത 6 കൽപ്പന എന്ന് പറയുന്നത്. ഞാനും എന്റെ ചുറ്റുമുള്ളതായിരിക്കുന്ന ആളുകളുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്, അതാണ് അടുത്ത 6 കൽപ്പനയ്ക്കകത്ത്. ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നതായിരിക്കുന്ന ഈ ഒരു കാര്യത്തെയാണ് കർത്താവ് ഈ ഹോൾ ലോ ക്യാൻ ബി സമ്മറൈസ്ഡ് ഇൻ ടു 2 commandments എന്ന് പറയുന്നത്. പഴയ നിയമത്തിന്റെ ന്യായപ്രമാണം മുഴുവൻ 2 കൽപ്പനയിൽ ഒതുക്കാമെന്ന് കർത്താവ് പറയുന്നത് ഈ അടിസ്ഥാനത്തിലാണ്. ദ ഫസ്റ്റ് ഈസ് യുവർ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. നമ്മളും ദൈവവുമായിട്ടുള്ള ബന്ധം. 2, നമ്മളും ചുറ്റുമുള്ളതായിരിക്കുന്ന ആളുകളുമായിട്ടുള്ള ബന്ധം. That's what he says. Love your God, love your neighbor. അല്ലെങ്കിൽ എന്റെ കൂട്ടുകാരൻ എന്ന് പറയുമ്പോൾ എനിക്ക് ചുറ്റുമുള്ളതായിരിക്കുന്ന ആളുകൾ എന്നുള്ള നിലയിലാണ് അതിനെ ഉദ്ദേശിക്കുക. ഈ 2 കൽപ്പനയിലേക്ക് ഈ ഹോൾ ഓൾഡ് ടെസ്റ്റമെന്റിനെ ചുരുക്കി കൊണ്ടുവരികയാണ്, അതിനെ ആ നിലയിൽ കൊണ്ടുവരികയാണ്. അതാണ് ഇവിടെ ഈ കർത്താവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇവിടെ കർത്താവ് പറയുന്നതായിരിക്കുന്ന കൽപ്പന, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഇതാണ് ഏറ്റവും വലിയ കൽപ്പന എന്നാണ്. ഞാൻ ഇന്ന് നമ്മൾ 10 മിനിറ്റും കൂടെ സമയമേ നമ്മുടെ മുമ്പിലുള്ളൂ. പക്ഷെ വളരെ പെട്ടെന്ന് ഞാൻ ചില കാര്യങ്ങൾ, എന്തുകൊണ്ട് നമ്മൾ ദൈവത്തെ സ്നേഹിക്കണം, വൈ ഷുഡ് ബി ലവ് ഗോഡ് എന്നുള്ളതിനെ കുറിച്ച് ഒരുപക്ഷെ നമുക്ക് അറിയാൻ പാടില്ലാത്ത കാര്യമൊന്നുമല്ല. പക്ഷെ എന്നാലും ഈ കമാൻഡ്മെന്റ് ഒറിജിനലി കൊടുത്തതായിരിക്കുന്ന കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട്, അതായത് ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിലാണല്ലോ ഇത് കൊടുത്തത്. ആ ആവർത്തന പുസ്തകത്തിലേക്ക് നമുക്ക് പോകാം, പുതിയ നിയമത്തിലേക്ക് നമുക്ക് പിന്നാലെ വരാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതിന്റെ 4-5 വാക്യങ്ങൾ എന്ന് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ ക്ഷമ, അഥവാ SHEMA, ക്ഷേമ എന്നുള്ള പേരില് അവര് ഏറ്റവും പ്രധാനമായിട്ട് അവര് കണ്ടുകൊണ്ടിരുന്നായിരിക്കുന്ന ഒരു കാര്യമാണ്. ഇതിന്റെ താഴോട്ടുള്ള ഈ Deuteronomy chapter 6 verse 4 and 5 is often termed as the Shema, SHEMA, ക്ഷേമ. അത് അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു എപ്പോഴും അവർ ഉദ്ധരിക്കുന്ന a verse that is, or the verses that are being often quoted in almost all their religious services, in their homes, wherever they gather. അങ്ങനെ ഒരു നിലയിൽ അവര് വിളിച്ചു പറയുന്ന ഒരു കാര്യമാണ് ഈ ക്ഷേമ എന്ന് പറയുന്നത്. അത് ഏറ്റവും പ്രാധാന്യത്തോടു കൂടിയാണ്. ഇനി ആ ക്ഷേമ എന്ന് പറയുന്ന ആ കാര്യം, ഈ 4-5 വാക്യങ്ങള്, ഇസ്രായേലെ കേൾക്കുക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ, നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്ന് പറയുന്നതായിരിക്കുന്ന ഈ വാക്യം, അതിന്റെ താഴോട്ട് പറയുമ്പോൾ അവിടെ വായിക്കുന്നുണ്ട്, അത് നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം, നീ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കണം, നീ അവയെക്കുറിച്ച് സംസാരിക്കണം. 8-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അവയെ അടയാളമായി നിന്റെ കൈമേൽ കെട്ടണം, അവ നിന്റെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായി ഇരിക്കണം, അവയെ നിന്റെ വീടിന്റെ കട്ടിലമേലും പടിവാതിൽമേലും എഴുതണമെന്നാണ്. ഇത് കർത്താവ് ഈ കൽപ്പന കൊടുത്തപ്പം
അത് നിന്റെ കൈമേൽ കെട്ടണമെന്നും നിന്റെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായി ഇരിക്കണം എന്നൊക്കെ പറഞ്ഞപ്പം അത് അക്ഷരീകമായിട്ട് അങ്ങനെ വേണമെന്ന് ദൈവം ആഗ്രഹിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. See, when God commanded it, I don't think that He meant this to be observed literally, like you need to keep that in between your eyes and you have to tie that around your, അല്ലെങ്കിൽ tie it on your arms. അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു ലിറ്ററൽ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ അതിനകത്തുണ്ടായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ യഹൂദന്മാർ അതിനെ ലിറ്ററൽ ആയിട്ട് എടുത്തു. അതിനെ ലിറ്ററൽ ആയിട്ട് എടുത്തിട്ട് അവർ ഈ വാക്യം ഒരു ചെറിയ കഷ്ണത്തിനകത്ത്, ഈ പേപ്പറൊന്നും ഇല്ലല്ലോ അന്ന്, ഒരു ചെറിയ തുകൽ കഷ്ണത്തിനകത്ത് അവർ എഴുതിയിട്ട് ഒരു ചെറിയ ബോക്സിനകത്താക്കി അവര് പല ആളുകളും അവരുടെ നെറ്റിയിൽ ഇങ്ങനെ വട്ടം കെട്ടുമായിരുന്നു, അതുപോലെ തന്നെ കയ്യിലും ഇതുപോലെ കെട്ടുമായിരുന്നു. സോ ദേ വർ ലിറ്ററലി ഒബ്സർവിങ് ദിസ് വേഴ്സ്. അങ്ങനെ വളരെ അവരുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച്, അവരുടെ ശരീരത്തോട് ചേർത്ത് വെച്ച് കൊണ്ടു നടന്നതായിരിക്കുന്ന ഒരു കാര്യമാണ്. കർത്താവ് ആഗ്രഹിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, നീ എവിടെ പോകുമ്പോഴും, നീ എവിടെ ആയിരിക്കുമ്പോഴും, നീ ചെയ്യുന്ന പ്രവൃത്തിയോട് കൂടെയും നിന്റെ ദൃഷ്ടിയിലും എല്ലാം ഈ ഒരു ചിന്ത വേണം എന്നുള്ളത് മാത്രമായിരിക്കും ഒരുപക്ഷെ കർത്താവ് ആഗ്രഹിച്ചത്. പക്ഷെ അവരത് എഴുതി അവരുടെ നെറ്റിയിലും കെട്ടി കയ്യിലൊക്കെ കെട്ടിക്കൊണ്ട് നടന്നായിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോ അങ്ങനെ പ്രാധാന്യമുള്ളതായിരിക്കുന്ന ഒരു വിഷയമായിട്ടാണ് ഈ വിഷയം ഇരിക്കുന്നത്. അങ്ങനെ ആ ഇത് കൊടുക്കുമ്പോൾ അതിനുള്ളതായിരിക്കുന്ന ചില കാരണങ്ങൾ നമുക്ക് ആ ഭാഗത്തുനിന്ന് തന്നെ നോട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. വൈ ഷുഡ് ദേ ലവ് ഗോഡ്, അല്ലെങ്കിൽ ഇസ്രായേൽ എന്തുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കണം എന്നുള്ളതായിരിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ചില കാരണങ്ങൾ വളരെ വേഗത്തിൽ 7 മിനിറ്റ് കൊണ്ട് 7 കാര്യങ്ങൾ പറയാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കാം. The first thing is, you should love God because He is God. അവൻ ദൈവമായിരിക്കുന്നത് കൊണ്ട് അവനെ സ്നേഹിക്കണം എന്നുള്ള ഒരു കാര്യം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. യെശയ്യാവ് 1-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, അവിടെ ഞാൻ മക്കളെ പോറ്റി വളർത്തി അവരെന്നോട് മത്സരിക്കുന്നവരായിട്ട് തീരുകയാണ് എന്ന് കർത്താവ് ഈ തന്റെ മക്കളെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ മലാഖിയുടെ പ്രവചനം 1-ാം അധ്യായത്തില്, ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ളതായിരിക്കുന്ന ബഹുമാനം എവിടെ, ഞാൻ യജമാനെങ്കിൽ എന്നോടുള്ള ഭക്തി എവിടെ എന്നൊക്കെ കർത്താവ് ചോദിക്കുന്നുണ്ട്. ഈ ദൈവമായിരിക്കുന്നത് കൊണ്ട് തന്നെ അവനെ സ്നേഹിക്കാനായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. എന്നാൽ അതിനേക്കാൾ ഒരു പടി കൂടെ കടന്ന് ഞാൻ ഇങ്ങനെ പറയുകയാണ്, വി നീഡ് ടു ലവ് ഗോഡ് ബിക്കോസ്, ആ 1-ാമത്തെ കാര്യത്തോടുള്ള ബന്ധത്തിൽ തന്നെയാണ് ഈ പറയുന്നത്. when we say that we need to love God because He is God or He is the creator, അതിനോട് ചേർന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതായിരിക്കുന്ന ഒരു കാര്യമുണ്ട്. When we see God as our creator, we need to remember that He has created us in His own image and likeness. അവന്റെ രൂപത്തിലും അവന്റെ സാദൃശ്യത്തിലുമാണ് നമ്മെ ഉണ്ടാക്കിയിരിക്കുന്നത്. അവന്റെ രൂപം, അവന്റെ സാദൃശ്യം എന്ന് പറയുന്നത് അക്ഷരീകമായിട്ടുള്ള ഒരു ഫിസിക്കൽ ലൈക്നെസ് അല്ല, നമുക്കറിയാമത്. അതിനെയൊക്കെ വിശദീകരിക്കാനായിട്ട് ഞാൻ പോകാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. We know that there are so many definitions in the Bible related to God. We cannot define God in words. ഞാൻ വിശ്വസിക്കുന്നില്ല ദൈവത്തെ നമുക്ക് വാക്കുകൾ കൊണ്ട് നിർവചിക്കാനായിട്ട് കഴിയുമെന്ന്. പക്ഷേ you find a few definitions of God in the scriptures, like God is spirit, then God is light, the third one, God is love, God is a consuming fire. ഇങ്ങനെയൊക്കെ കുറച്ച് ഡെഫിനേഷൻസ് നമുക്ക് വേദപുസ്തകത്തിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവം ആത്മാവാണ്, ദൈവം വെളിച്ചമാണ്, അതുപോലെ തന്നെ ദൈവം സ്നേഹമാണ്, ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. ഈ ഡെഫിനേഷൻസ് ഒക്കെ, ഈ നിർവചനങ്ങളൊക്കെ നമ്മൾ അറിയാവുന്ന കാര്യമാണ്. എന്നാൽ അതിൽ വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു കാര്യമാണ് ഗോഡ് ഈസ് ലവ് എന്നുള്ളത്. ദൈവം സ്നേഹമാണ്. ലവ് ഈസ് ഹിസ് നേച്ചർ. അവന്റെ സ്വഭാവം, അവന്റെ പ്രകൃതം തന്നെ സ്നേഹമാണ്. ആ സ്നേഹമാകുന്ന ആ ഒരു പ്രകൃതത്തിൽ, ആ ഒരു നേച്ചറിലാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത് അറിയാമോ? that we should exhibit his nature. നമ്മൾ അവന്റെ സ്വഭാവം പ്രകടിപ്പിക്കുന്നവരായിട്ട് തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. So we need to love God because he has created us. He is God first of all, and he has created us in his own image and likeness.
അവന്റെ സ്വഭാവമായിരിക്കുന്ന ആ സ്നേഹം അത് നമുക്ക് അവനോട് തന്നെ തിരിച്ചു പ്രദർശിപ്പിക്കാനായിട്ട് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ എന്നുള്ളതായിരിക്കുന്ന കാര്യം അവിടെ പറഞ്ഞിട്ടുള്ളത്. ദൈവമായിരിക്കുന്നുണ്ട്, അവൻ നമ്മുടെ സൃഷ്ടാവായിരിക്കുന്നത് കൊണ്ട് നാം അവനെ സ്നേഹിക്കാനായിട്ട് ഉത്തരവാദിത്തപ്പെട്ടവരാണ്. നമ്മുടെ സൃഷ്ടാവിനെ, നമ്മെ ഉണ്ടാക്കിയവനെ സ്നേഹിക്കാനായിട്ടുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. The second reason why we should love God is because he has commanded it. അവൻ അത് നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ 6-ന്റെ 4-5 വാക്യങ്ങൾ വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് 5-ൽ വായിക്കുന്ന നിന്റെ ദൈവമായ യഹോവയെ നീ സ്നേഹിക്കണം എന്നുള്ളത് ഒരു കൽപ്പനയാണ്. ഈവൻ 5-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിലെ ആവർത്തന പുസ്തകം 5-ന്റെ 2-ൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ ദൈവമായ യഹോവ ഹോരേബിൽ വെച്ച് നമ്മോടൊരു നിയമം ചെയ്തുവല്ലോ എന്നാണ്. See, he is a covenant keeping God. He is a covenant making God. He has given the people of Israel a covenant, and they are obliged, they are obligated to follow all that is in that covenant. ആ ദൈവത്തിന് കൊടുത്തതായിരിക്കുന്ന കവനന്റ്, ആ ഉടമ്പടിയിലുള്ള എല്ലാ കാര്യങ്ങളും അനുസരിക്കാനായിട്ടുള്ള ഉത്തരവാദിത്വം ആ ഇസ്രായേലിനുണ്ടായിരുന്നു. അവൻ കൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ കാര്യത്തിനകത്ത് ഒരു ചോയ്സ് ഇല്ല. We have to follow, we have to obey what he has commanded. അവൻ അത് കൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമ്മളത് അനുസരിച്ചേ പറ്റുള്ളൂ. സ്നേഹിക്കാനായിട്ടുള്ള കൽപ്പന അവനിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുക. 3-ാമത്തെ കാരണം എന്ന് പറയുന്നത്, why should we love God? Because he alone is God. അവൻ മാത്രമാണ് ദൈവം എന്നുള്ളത് കൊണ്ട് അവനെ സ്നേഹിക്കണം. അവിടെ നമ്മൾ ആവർത്തന പുസ്തകം 6-ന്റെ 4-ൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവമായ യഹോവ ഏകനാണ്. 5-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്, അടിമ വീടായ മിസ്രയീം ദേശത്ത് നിന്നെ കൊണ്ടുവന്ന യഹോവയായിരിക്കുന്ന ഞാൻ നിന്റെ ദൈവമാകും, ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്കുണ്ടാകരുത് എന്നാണ്. ദൈവം എന്ന് പറയാനായിട്ട് നിന്റെ മുമ്പിൽ ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ദൈവമല്ല, അതുകൊണ്ട് നീ എന്നെ സ്നേഹിക്കണം എന്ന് ദൈവം ഇസ്രായേലിനോട് പറയുകയാണ്. സോ ദാറ്റ്സ് ദ തേർഡ് റീസൺ വൈ വി ഷുഡ് ലവ് ഗോഡ്, ബിക്കോസ് ഹി അലോൺ ഈസ് ഗോഡ്. അവൻ മാത്രമേ ദൈവമുള്ളൂ. ഇനി 4-ാമത്തെ കാര്യം എന്ന് പറയുന്നത്, because he has chosen you, അല്ലെങ്കിൽ because he has chosen us. അവൻ നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അവനെ സ്നേഹിക്കാനായിട്ടുള്ള 4-ാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ ഞാനത് പറയാനായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പ്രയോഗം നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം. 6-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ നിന്റെ ദൈവമായ യഹോവ, 2 വാക്കുകൾ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട് ഹീബ്രുവിലുള്ള. ഒന്ന് എലോഹിം, ദൈവം എന്നുള്ളതിനുള്ള വാക്ക് എലോഹിം എന്നുള്ള വാക്കാണ്. യഹോവ എന്നുള്ളത് നമുക്കറിയാം യാഹ്വേ എന്നുള്ളതായിരിക്കുന്ന പദപ്രയോഗമാണ്. ഈ 2 പദങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, എലോഹിം എന്ന് പറയുന്നത് ഒരു ദൈവത്തിന് എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പദമാണ്. എല്ലാ ജാതികൾക്കും എലോഹിം ഉണ്ടായിരുന്നു. പക്ഷേ ഈ യാഹ്വേ എന്നുള്ളത് ഇസ്രായേലിന് മാത്രം കൊടുത്തിരിക്കുന്ന ഒരു കവനന്റ് നെയിമാണ്, ഉടമ്പടി നാമമാണ്. അത് എന്തുകൊണ്ടാണ്? ആ യഹോവ എന്നുള്ളതായിരിക്കുന്ന വാക്ക് കേൾക്കുമ്പോൾ ഇസ്രായേൽ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, see, this Jehovah is the one who has chosen us. He made us his special nation, his special people. അവൻ ഞങ്ങളെ അവന്റെ വിശേഷപ്പെട്ടതായിരിക്കുന്ന ജനമാക്കി, എ ചൂസൺ ജനറേഷൻ, തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി എന്നുള്ള നിലയിൽ ആക്കി തീർത്തു എന്നുള്ള ചിന്തയാണ് ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ആ വാക്ക് കേൾക്കുമ്പോൾ ഓർമ്മ വരേണ്ടത്. ഞാൻ ഒരു വാക്യം ഇതിന്റെ ഈ ആവർത്തന പുസ്തകം 9-ാം അധ്യായത്തിൽ നിങ്ങൾ നോക്കുമ്പോൾ എന്തിനാണ് ദൈവം ഈ ഇസ്രായേലിനെ തെരഞ്ഞെടുത്തത് എന്നുള്ളത് അവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. എന്തുകൊണ്ടല്ല എന്നും പറയുന്നുണ്ട്. ആവർത്തനം 9-ന്റെ 5-ൽ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ Deuteronomy chapter 9 verse 5, we read like this: It is not for your righteousness or for the uprightness of your heart that you are going to possess their land. നിങ്ങളുടെ നീതി കൊണ്ടോ നിങ്ങളുടെ ഹൃദയപരമാർത്ഥത കൊണ്ടോ ഒന്നും അല്ല നിങ്ങൾ ഈ ദേശത്തേക്ക് വരുന്നത്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഒരു രാജ്യമായിട്ട് ദേശമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ഗുണം കൊണ്ടൊന്നും അല്ല. ഈവൻ ദാറ്റ് ഈസ് റിപ്പീറ്റഡ് ഇൻ വേഴ്സ് 6, 6-ാമത്തെ വാക്യത്തിൽ അത് പിന്നെയും ആവർത്തിക്കുന്നുണ്ട്, നിങ്ങളുടെ നീതി നിമിത്തമല്ല. നിങ്ങൾ എങ്ങനെയുള്ള ജനമായിരുന്നു എന്നറിയാമോ? എനിക്കത് വിശദീകരിക്കാൻ സമയമില്ല. നോക്കുക, അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ഇസ്രായേൽ എന്ന് പറയുന്നത് ദുശാഠ്യമുള്ള ജനമാണ്. 2-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്, നിങ്ങൾ മത്സരിക്കുന്നവരായിരുന്നു എന്നാണ്.
എട്ടാമത്തെ വാക്യത്തിൽ പറയുന്നത് നിങ്ങൾ യഹോവയെ കോപിപ്പിച്ചു. അപ്പം ഇവര് ദുശ്ശാഠ്യമുള്ള ജനമാണ്, ഇവര് മത്സരിക്കുന്ന ജനമാണ്, ഇവര് കോപിപ്പിക്കുന്ന ജനമാണ്. 12ാമത്തെ വാക്യത്തിൽ പറയുന്നത് അവർ തങ്ങളെ തന്നെ വഷളാക്കി എന്നാണ്. അപ്പോൾ വഷളായ ജനമാണ്. പിന്നീട് അതിന്റെ 23ാമത്തെ വാക്യത്തിൽ അവർ അവനെ വിശ്വസിച്ചില്ലെന്ന് പറയുന്നുണ്ട്. അപ്പൊ അവിശ്വസിച്ച ജനമാണ്. ആ വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട് അവന്റെ വാക്ക് അനുസരിച്ചില്ലെന്ന്. അപ്പൊ അനുസരണം കെട്ടതായിരിക്കുന്ന ജനമാണ്. പിന്നീട് 28ാമത്തെ വാക്യത്തിൽ പറയുന്ന അകൃത്യവും പാപവും ഉള്ളതായിരിക്കുന്ന ജനമാണ്. ഇങ്ങനെയുള്ള ഒരു ജനമാണ് ഈ ഇസ്രായേലിനെ വിശദീകരിക്കുന്നത്. ഇങ്ങനെയാണ്: ദുശ്ശാഠ്യമുള്ള ജനം, മത്സരിക്കുന്ന ജനം, കോപിപ്പിക്കുന്ന ജനം, വഷളായിട്ടുള്ള ജനം, അവിശ്വാസികളായിരിക്കുന്നവർ, അനുസരണം കെട്ടവരായിരിക്കുന്നവർ, അകൃത്യവും പാപവും നിറഞ്ഞവർ. ഇങ്ങനെയുള്ള ഒരു ജനത്തെയാണ് ദൈവം തെരഞ്ഞെടുത്തത്, അവരുടെ യാതൊരു ഗുണവും നിമിത്തമല്ല. സോ യഹോവ എന്നുള്ളതായിരിക്കുന്ന പേര് കേൾക്കുമ്പോൾ ഇവര് അവരുടെ തെരഞ്ഞെടുപ്പിനെ ഓർക്കേണ്ടത് ആവശ്യമാണ്. അവരെ തെരഞ്ഞെടുത്തു എന്നുള്ളത് കൊണ്ട്, അവരുടെ ഗുണം കൊണ്ടല്ല, ദൈവം അവരെ തെരഞ്ഞെടുത്തു എന്നുള്ളത് കൊണ്ട് അവര് ദൈവത്തെ ആ നിലയിൽ ആരാധിക്കാൻ, സ്നേഹിക്കാനായിട്ട് ആവശ്യമുള്ളവരാണ്. 5ാമത്തേത് നമുക്കറിയാവുന്നതാണ്. ഞാൻ അതിലേക്ക് വിശദമായിട്ട് പോകുന്നില്ല. ആവർത്തനം 5:6 6:12 ഒക്കെ വായിക്കുന്നത് എങ്ങനെയാണ്. അതായത് ദൈവമാണ് അവരെ വീണ്ടെടുത്തത്. ബിക്കോസ് ഹി ഹാസ് സേവ്ഡ് യു ആൻഡ് റിഡീംഡ് യു, യു ഷുഡ് ലവ് യുവർ ഗോഡ്. അവനാണ് നിങ്ങളെ രക്ഷിച്ചത്, അവനാണ് നിങ്ങളെ വീണ്ടെടുത്തത്. അതുകൊണ്ട് നിങ്ങൾ അവനെ ആരാധിക്കാൻ കടപ്പെട്ടവരാണ്. നിന്റെ അടിമ വീടായ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന യഹോവയെ മറക്കാതിരിക്കുവാൻ സൂക്ഷിച്ചു കൊള്ളുക എന്നവിടെ പറയുന്നത് അതുകൊണ്ടാണ്. വേറെ ആരും അവരെ രക്ഷിച്ചില്ല, മറ്റാർക്കും അവരെ രക്ഷിക്കാൻ കഴിയുമായിരുന്നില്ല. ദൈവമാണ് അവരെ വിടുവിച്ചത്. 6ാമത്തെ റീസൺ എന്ന് പറയുന്നത് ബിക്കോസ് ഹി ഈസ് എ ജലസ് ഗോഡ്. ദൈവത്തെ സ്നേഹിക്കണം. എന്തുകൊണ്ടാണെന്നറിയാമോ? അവൻ ഒരു തീഷ്ണതയുള്ളതായിരിക്കുന്ന ദൈവമാണ്. എന്താണ് ഈ തീഷ്ണത? ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുന്നത് ഈസ് എ ജലസ് ഗോഡ് എന്നാണ്. ആ ജലസി എന്ന് പറയുന്നതിന്റെ ആശയം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ആസ് the redeemer and creator of the people of Israel, he is entitled to, or he deserves all love and respect and worship from them. അവൻ ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരൻ എന്നുള്ള നിലയിൽ ആ ഇസ്രായേൽ ജനത്തിന്റെ സ്നേഹവും ആരാധനയും ലഭിക്കാനായിട്ട് അവനാണ് യോഗ്യൻ. അവന്റെ അടുക്കലേക്ക്, അല്ലെങ്കിൽ അവനെ സ്നേഹിക്കുന്നതിന് പകരം, അവനെ ആരാധിക്കുന്നതിന് പകരം ഇസ്രായേൽ ജനം വേറെ ആരെയും ആരാധിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. യെശയ്യാവ് 42:8 ദൈവം ഒരു കാര്യം പറയുന്നുണ്ട്. ഐസയ്യാ ചാപ്റ്റർ 42:8, എന്റെ സ്തുതി ഞാൻ ജാതികളുടെ വിഗ്രഹങ്ങൾക്ക്, ജാതികളുടെ ദൈവങ്ങൾക്ക് വിട്ടുകൊടുക്കുകയില്ലെന്നാണ്. ഐ ആം എ ജലസ് ഗോഡ്. നിങ്ങളുടെ മുമ്പാകെ ഞാനല്ലാതെ വേറെ ദൈവം നിങ്ങൾക്കുണ്ടാകരുത്. ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുന്നത് ഫോർ ഐ ആം എ ജലസ് ഗോഡ് എന്നാണ്. മലയാളത്തിലെ ട്രാൻസ്ലേഷൻ അങ്ങനെ വന്നിട്ടില്ല. ഞാൻ തീഷ്ണതയുള്ള ദൈവം ആകുന്നത് കൊണ്ട് നിങ്ങളുടെ മുമ്പാകെ വേറെ ദൈവം ഉണ്ടാകരുതെന്നാണ്. കാരണം തന്നിലേക്ക് വരേണ്ടതായിരിക്കുന്ന സ്നേഹവും തന്നിലേക്ക് വരേണ്ടതായിരിക്കുന്ന ആരാധനയും മഹത്വവും മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. Why should we love God? Because he is a rewarding God. അവൻ പ്രതിഫലം തരുന്നതായിരിക്കുന്ന ഒരു ദൈവമാണ്. നോക്കുക, ഇവിടെ ഈ 6ാം അധ്യായത്തിന്റെ, അതായത് ആവർത്തന പുസ്തകം 6ാം അധ്യായത്തിന്റെ 18, 19 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഇങ്ങനെയാ വായിക്കുന്നത്: നിനക്ക് നന്നായിരിക്കേണ്ടതിനും യഹോവ നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത നല്ല ദേശം നീ ചെന്ന് കൈവശമാക്കേണ്ടതിനും യഹോവ അരുളി ചെയ്തു പോയ സകല ശത്രുക്കളെ നിന്റെ മുമ്പിൽ നിന്ന് ഓടിച്ചു നീ യഹോവയുടെ മുമ്പാകെ ന്യായവും ഹിതമായുള്ളത് ചെയ്യണമെന്നാണ്. നിനക്ക് നന്നായിരിക്കേണ്ടതിനും, അതുപോലെ ദൈവം നിനക്ക് തരുമെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിനക്ക് തരേണ്ടതിനും നീ ഈ കാര്യങ്ങളൊക്കെ അനുസരിച്ച് നടക്കണമെന്നാണ്. അതായത് ദൈവത്തോടുള്ളതായിരിക്കുന്ന ബന്ധത്തിൽ അവനെ സ്നേഹിക്കണം എന്നുള്ള ആ കൽപ്പന എന്തുകൊണ്ട് പാലിക്കണമെന്ന് ചോദിച്ചാൽ, അവിടെ ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുന്ന ആ തലമുറകളിലേക്ക് തന്റെ ലവിങ് കൈൻഡ്നെസ് എന്നുള്ളതായിരിക്കുന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. തലമുറകളിലേക്ക് അവന്റെ ദയ വ്യാപിപ്പിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് നമ്മുടെ അനേക തലമുറകളിലേക്ക് അനുഗ്രഹം കൈമാറുന്ന ഒരു ദൈവമായിരിക്കുന്നത് കൊണ്ടും അവനെ സ്നേഹിക്കാനായിട്ട് നമുക്ക് ആവശ്യമുണ്ട്. പ്രിയമുള്ളവരെ, ഇത് ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ മാത്രമല്ല, നമ്മൾ പറഞ്ഞായിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും നമ്മളോടുള്ള ബന്ധത്തിലും ഏറെ സത്യമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഓരോരുത്തരും ദൈവത്തെ സ്നേഹിക്കണം. എന്തുകൊണ്ട് സ്നേഹിക്കണം എന്ന് ചോദിച്ചാൽ, അവൻ നമ്മുടെ ദൈവമാണ്. അവന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും നാം സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ട് നാം അവനെ സ്നേഹിക്കണം. അവനത് കൽപ്പിച്ചിരിക്കുന്നു. അവൻ മാത്രം ദൈവമായിരിക്കുന്നു. അവൻ നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അവൻ നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു. മാത്രമല്ല അവൻ തീഷ്ണതയുള്ള ഒരു ദൈവവും
അവൻ പ്രതിഫലം നൽകുന്നവനുമാണ് എന്നുള്ളത് കൊണ്ട് അവനെ സ്നേഹിക്കാൻ, നമ്മൾ ഈ വാക്യത്തിൽ പറഞ്ഞതുപോലെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ അവനെ സ്നേഹിക്കാനായിട്ട് നാം കടപ്പെട്ടവരാണ് എന്നുള്ളത് നാം വളരെ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഈ ലോക ജീവിതം മുമ്പോട്ട് നയിക്കാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇതിന്റെ പല വശങ്ങൾ നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അത് ദൈവം അനുവദിച്ചാൽ അടുത്ത ക്ലാസ് മുതൽ നമുക്ക് ചിന്തിക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ ഇവരെയും സഹായിക്കുമാറാകട്ടെ.